വാർത്തകളിലേക്ക് ആദ്യം ടോപ്പ് ഹെഡ്ലൈൻസ്. തൃശൂർ വരന്തരപ്പള്ളിയിൽ ഗർഭിണി തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ യുവതിയുടെ കുടുംബം. അർച്ചനയെ ഷാരൂൺ നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്ന പിതാവ്. നാട്ടുകാര് പറയാറുണ്ട് അവിടെ ഭയങ്കര തല്ലും കാണുന്നൊക്കെ പറയാറുണ്ട് എന്നും. ഷാരൂണിന് സംശയരോഗം, വീട്ടുകാരെ വിളിക്കാൻ പോലും സമ്മതിക്കാറില്ലെന്നും പിതാവ് ഹരിദാസ്. സംഭവത്തിൽ ഷാരൂണിനും മാതാവിനുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസ്. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡ് പ്രതി മരിച്ച സംഭവത്തിൽ മർദ്ദനമേറ്റിട്ടില്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ല. ഹൃദയാഘാതമുണ്ടായ ലക്ഷണങ്ങളും കണ്ടെത്താനായില്ലെന്നും റിപ്പോർട്ടിൽ. കാസർഗോഡ് ദേളി സ്വദേശി മുബഷീർ മരിച്ചത് ഇന്നലെ. കർണാടകയിൽ മുഖ്യമന്ത്രി കൈമാറ്റത്തിന് പുതിയ നിബന്ധന മുന്നോട്ട് വെച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യ 3 വർഷം തികയ്ക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം. അടുത്ത മെയ് 20-ന് 3 വർഷം തികയും. വിഷയം ഇന്ന് ഹൈക്കമാൻഡ് ചർച്ച ചെയ്തേക്കും. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് തന്ത്രി. പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധം. പോറ്റി ശക്തനായത് തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരെയും ബലത്തിലെന്ന് പത്മകുമാർ. പത്മകുമാറിന്റെ SIT കസ്റ്റഡി വൈകിട്ട് അവസാനിക്കും. ഹോങ്കോങ്ങിൽ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ 44 മരണം, 279 പേരെ കാണാതായി. നിരവധി പേർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട്. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തിയ കമ്പനിയുടെ 3 ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ. പത്തനംതിട്ട തൂമ്പാക്കുളത്ത് ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ് മരിച്ച കുട്ടികളുടെ സംസ്കാരം ഇന്ന്. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്കെതിരെ കേസെടുത്ത് പോലീസ്. ഓട്ടോ അമിത വേഗതയിലായിരുന്നുവെന്ന FIR. പരിക്കേറ്റ 4 കുട്ടികളും ഡ്രൈവറും ചികിത്സയിൽ തുടരുന്നു. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മരിച്ചെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം. ഇമ്രാൻഖാനെ കാണാൻ കുടുംബത്തിന് അനുമതി നൽകി ജയിൽ അധികൃതർ. ജയിലിന് മുന്നിലെ സമരം അവസാനിപ്പിച്ചു.